നമസ്കാരം. വൺ പോയിൻറ്റഡ്നെസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് അടുത്ത ഫിറ്റ് മാസ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ വൺ തിങ് ദറ്റ് യു മസ്റ്റ് സെറ്റ് ബിഫോർ യു ഇസ് ടു ഡു ദ മാസ്റ്റേഴ്സ് വർക്ക്. മാസ്റ്റേഴ്സിൻ്റെ വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ മാസ്റ്റർ എന്നുള്ള വേർഡ് തിയോസഫി മെമ്പേഴ്സ് അല്ലാത്തവർക്ക് അത് തിയോസഫിക്കൽ ലെവലിൽ അത് കുറച്ച് മനസ്സിലാക്കാൻ പാടായിരിക്കും. കാര്യം മാസ്റ്റേഴ്സിന് ഫിസിക്കലായിട്ട് കണ്ടവരുണ്ട്. തിയോസഫിയിൽ 68ഓളം പേര് കണ്ട് അവർ പുസ്തകം എഴുതിയിട്ടുണ്ട്. മാസ്റ്റേഴ്സിന് റിയലായിട്ടും കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് എവർ എൽസ് മേ കം ഇൻ യുവർ വേ ടു ഡു ദാറ്റ് അറ്റ്ലീസ്റ്റ് യു മസ്റ്റ് നെവർ ഫൊഗറ്റ്. Yet nothing else can come in your way, for all helpful, unselfish work is the master's work. You must do it for his sake. മാസ്റ്റേഴ്സ് പറയുന്ന വർക്ക് നമ്മൾ ചെയ്തിരിക്കണം. ആൻഡ് യു മസ്റ്റ് ഗീവ് ഓൾ യുവർ അറ്റൻഷൻ ടു ഈച്ച് പീസ് ആസ് യു ഡു ഇറ്റ് സോ ദാറ്റ് ഇറ്റ് മേ ബി യോർസ് വെരി ബെസ്റ്റ്. അങ്ങനെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നമ്മളതിൻ്റെ വളരെ സൂക്ഷ്മമായ ലെവലിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ദറ്റ് സെയിം ടീച്ചർ ഓൾസോ റോട്ട്, വാട്ട്സെവർ യു ഡു ഇറ്റ് ഹാർട്ട്ലി ആസ് ടു ദ ലോർഡ് ആൻഡ് നോട്ട് അൺ ടു മെൻ. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഓരോ കാര്യവും ചെയ്യാനായിട്ട്. അപ്പം അത് ശരിക്കും എല്ലാത്തിലും ദൈവത്തിൻ്റെ അംശം കാണണം എന്നുള്ള സെൻസിലാണ്. അത് നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ എല്ലാത്തിൻ്റെയും കണ്ടൻറ്റ് സെയിം തന്നെയാണ് എന്നുള്ള ആ ലെവൽ. അപ്പം തിങ്ക് ഹൗ യു വുഡ് ഡു ദ പീസ് ഓഫ് വർക്ക് ഇഫ് യു ന്യൂ ദ മാസ്റ്റർ വാസ് കമ്മിങ് അറ്റ് വൺസ് ടു ലുക്ക് അറ്റ് ഇറ്റ്. അതിൽ പറയുന്നത് നമ്മളെപ്പോഴും മാസ്റ്റർ ഒബ്സേർവ് ചെയ്യും, അല്ലെങ്കിൽ മാസ്റ്റർ വന്ന് നമ്മളെ ചെക്ക് ചെയ്യും എന്നുള്ള തോന്നലോട് കൂടി നമ്മൾ ചെയ്യണം. ജസ്റ്റ് ഇൻ ദാറ്റ് വേ യു മസ്റ്റ് ഡു ഓൾ യുവർ വർക്ക്. അതേപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ട എല്ലാ പ്രവൃത്തിയും. എന്ന് പറഞ്ഞാൽ ഒരു സാക്ഷി, അതായത് നമ്മുടെ കാര്യങ്ങളെല്ലാം ഒബ്സേർവ് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന്, അത് മാസ്റ്റർ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ഫീൽഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ദോസ് ഹു നോ മോസ്റ്റ് വിൽ നോ ഓൾ ദാറ്റ് വേഴ്സ് മീൻസ്. ഈ പറഞ്ഞ വേഴ്സ് എന്താണെന്നുള്ളത് അറിയാവുന്നവർക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ആൻഡ് ദർ ഇസ് അനദർ ലൈക്ക് ഇറ്റ് മച്ച് ഓൾഡർ. വേറൊരു സേയിങ് ഉണ്ട്, വാട്ട്സെവർ ദൈ ഹാഡ് ഫിൻഡറ്റ് ടു ഡു ഇറ്റ് വിത്ത് ദൈ മൈറ്റ്. നമ്മുടെ എല്ലാ പവറും യൂസ് ചെയ്ത് നമ്മളൊരു കാര്യം ചെയ്യണം. ഇനി വൺ പോയിൻറ്റഡ് മീൻസ് to that nothing shall ever turn you even for a moment from the path upon which you have entered. അതിൽ നമ്മുടെ ഈ ഒരു പാത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായും തന്നെ നമ്മൾ ചെയ്തു പോകണം. നോ ടെംപ്റ്റേഷൻസ് ഒന്നും പാടില്ല. ഇനി വേൾഡ്ലി പ്ലഷേഴ്സ്, അതായത് നമ്മുടെ 5 സെൻസസിലൂടെ വരുന്ന പ്ലഷേഴ്സ് ഒന്നും, അതെല്ലാം വരും. ഈവൻ ഒരു പ്രഭാഷണം നടത്തുന്നത് അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതുന്നത്, ഇതെല്ലാം വേൾഡ്ലി പ്ലഷേഴ്സിൻ്റെ പാട്ടാണ്. ഇതൊന്നും പാടില്ലെന്നല്ല, നിഷ്കാമമായിട്ടാണെങ്കിൽ അത് പാടുണ്ട്. നോ വേൾഡ്ലി പ്ലഷേഴ്സ്, നോ വേൾഡ്ലി അഫെക്ഷൻസ്. നമുക്ക് എന്തെങ്കിലും പൊസസ് ചെയ്യണമെന്നുള്ള ആവശ്യം, അത് എന്തോ ആയിക്കോട്ടെ, ഒരു പേന പൊസസ് ചെയ്യണം, ബുക്ക് പൊസസ് ചെയ്യണം, എന്താണെങ്കിലും പൊസഷൻ, ഈവൻ മസ്റ്റ് എവർ ഡ്രൂ അസൈഡ്, അതൊന്നും പാടില്ല. ഇത് നമ്മൾ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം പാടില്ല എന്ന് ഗീതയിൽ പറയുന്നതും, ബൈബിളിൽ ജീസസ് ക്രൈസ്റ്റ് വളരെ റിച്ചായിട്ടുള്ള ഒരാൾ വരികയും എനിക്ക് ഈ പാതയിൽ കടക്കണമെന്ന് പറഞ്ഞപ്പം ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത് എല്ലാം ഉപേക്ഷിച്ചിട്ട് വരാനാണ്. പിന്നെ അയാൾ ആ പരിസരത്ത് കണ്ടിട്ടില്ല. ഫോർ യു യുവർ സെൽഫ് മസ്റ്റ് ബിക്കം വൺ വിത്ത് ദ പാത്ത്. ആ പാത്തിൻ്റെ പാർട്ടാണ്. അതാണ് ഇവർ ആദ്യം പാത്ത് ഉണ്ടെന്ന് പറയും, അതിനുശേഷം പാത്ത്ലെസ് പാത്ത് എന്ന് പറയും. ഇതൊക്കെ ഇനിഷ്യലി നമ്മൾ നടക്കാനും ഒരു സൈക്കിൾ ഓടിക്കാനും പഠിക്കുന്ന പോലെയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ സൈക്കിൾ ഓടിക്കുന്നത് നമ്മൾ കൈവിട്ട് ഓടിക്കുന്നത് പോലെയാണ്. ഇറ്റ് മസ്റ്റ് ബി സോ മച്ച് പാർട്ട് ഓഫ് യുവർ നേച്ചർ ദാറ്റ് യു ഫോളോ ഇറ്റ് വിതൗട്ട് നീഡിങ് ടു തിങ്ക് ഓഫ് ഇറ്റ്. അതിനെക്കുറിച്ച് ആലോചിക്കാതെ നമ്മൾ ചെയ്യണം. ആൻഡ് കൻ നോട്ട് ടേൺ അസൈഡ്. യു ദ മൊണാഡ് ഹാവ് ഡിസൈഡഡ് ഇറ്റ്. ടു ബ്രേക്ക് അവേ ഫ്രം ഇറ്റ് വുഡ് ബി ടു ബ്രേക്ക് അവേ ഫ്രം യുവർ സെൽഫ്. ഇതിൽ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൽ മൊണാഡ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം
ഈ എന്താണ് പറയുന്നത് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പാത്തിൽ ഉപകരിക്കുന്നതിന് വേണ്ടി ടൂളായിട്ട് യൂസ് ചെയ്യുന്ന അവരെ മൊണാഡെന്ന് പറയും. അപ്പോൾ ഇതിൽ 1.1 പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, മാസ്റ്റേഴ്സ് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്, അപ്പോൾ എന്താണ് മാസ്റ്ററിൻ്റെ വിൽ, അതനുസരിച്ച് അതിലായിരിക്കണം നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ. അല്ലാതെ ഉള്ളതും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം, ഇതിലേതെങ്കിലും ഒരു എലമെൻറ്റ് വന്നാൽ ഇതെല്ലാം വേൾഡ്ലി മാറ്റേഴ്സാണ്. ഇതില്ലാതെ വേണം നമ്മളൊരു പ്രവൃത്തി ചെയ്യാനായിട്ട്. താങ്ക് യു.